കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ വീഡിയോകളിൽ ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉണ്ടാകുന്നതെന്ന്, രണ്ട് തരം ക്വസ്റ്റ്യനുകളാണ് ഇംഗ്ലീഷിലുള്ളതെന്ന് പറഞ്ഞത്. ഇംഗ്ലീഷിലുള്ള എല്ലാ ഭാഷകളിലും രണ്ട് തരം ക്വസ്റ്റ്യനാണ് ഉള്ളത്. WH ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതിൽ WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മലയാളത്തിൽ കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ അത് എഴുതി ഫലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ IASVA പാറ്റേൺ ആണ്. വെർബൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ വെർബൽ ക്വസ്റ്റ്യൻ വിളിക്കാൻ കാരണം എസ് ഓർ നോ ക്വസ്റ്റ്യൻ മറ്റൊരു പേര് വെർബൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്സിലറി വെർബിലാണ് അത് തുടങ്ങുന്നത്. അതിനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ ആൻസർ ഒന്നുകിൽ എസ്സിലാവാം അല്ലെങ്കിൽ നോയിലാവാം. അതാണ് അതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞ പോലെ പ്രസൻറ്റ് കണ്ടിന്യൂസിലൊക്കെയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ടത്, ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ റൈറ്റിംഗ് ഫോർമേഷൻ ASVO പാറ്റേൺ ആണ്. ഒരു WH ക്വസ്റ്റ്യൻ്റെ റൈറ്റിംഗ് ഫോർമേഷൻ IASVO പാറ്റേൺ ആണ്. ഒരു വെർബൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഓക്സിലറി വെർബിലാണ്. അതാണ് A എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാണ്, സെന്റൻസ് മലയാളത്തിൽ പറയാണ്. അവൻ TV കാണുകയാണ്. ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ക്രിയയാണ് ഞാൻ പറഞ്ഞത്. അവൻ TV കാണുകയാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ കാണുകയാണെങ്കിൽ യെസ് എന്ന് പറയും, അല്ല മറ്റെന്തെങ്കിലും കാണുന്നെങ്കിൽ പറയും നോ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നുകിൽ ഐദർ എസ് ഓർ നോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു സെൻറ്റൻസിനെ നമ്മൾ മാറ്റുമ്പോൾ, അതിന് മലയാളത്തിലേക്ക് മാറുമ്പോൾ അവൻ TV കാണുകയാണോ എന്നുള്ള ഒരു മലയാളത്തിലെ ക്വസ്റ്റ്യനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ അവൻ എന്ന സബ്ജക്റ്റ് അവിടെ പാടില്ല. അതല്ല ആദ്യം വരുന്നത്. അതിൽ WH വേർഡ് ഇല്ല. ഇതൊരു WH ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ എന്ത് വേണോ, നമ്മൾ ഓക്സിലറി വെർബ് നോക്കുക. ഇത് പ്രസന്റ് കണ്ടിന്യൂസുള്ള ക്രിയയാണ്. സ്വാഭാവികമായിട്ടും അവൻ TV കാണുകയാണെന്ന് പറയുന്നതിൽ ഈസ് ആണ് അതിൽ ഓക്സിലറി വെർബ്. അതിനെടുത്ത് ആദ്യം പറയാം ഈസ്. അപ്പോൾ ഓക്സിലറി വെർബായി. പിന്നെന്താണ് വേണ്ടത്? സബ്ജക്റ്റ്. അതായത് A കഴിഞ്ഞു. A ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബാണ് നമ്മളെന്ത്? ഈസ്. ഇനി അതിലെ സബ്ജക്റ്റ് ഹി. ഈസ് ഹി. ING ഫോമിലാണ് വെർബ്. അതുകൊണ്ട് തന്നെ ഈസ് ഹി വാച്ചിങ്. ഓബ്ജക്റ്റ് എന്താണ്? TV. ഈസ് ഹി വാച്ചിങ് TV. അവൻ TV കാണുകയാണ്. ഇതാണ് റൈറ്റിംഗ് ഫോർമേഷൻ. അടുത്തൊരു സെന്റൻസ് പറയാണ്, അവർ ഫുട്ബോൾ കളിക്കുകയാണോ? അപ്പോൾ അവറാണ് അതിലെ സെന്റൻസ്, സബ്ജക്റ്റ്. അപ്പോൾ അതിൽ കളിക്കുകയാണോ, അവർ കളിക്കുകയാണ് എന്ന് പറയുന്നത് ദേ ആർ പ്ലേയിങ് ആണ്. ആറാണ് അതിൽ ഓക്സിലറി വെർബ്. ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ? അവർ ഫുട്ബോൾ കളിക്കുകയാണോ? അടുത്ത സെന്റൻസ്, അവൻ മത്സ്യം പിടിക്കുകയാണോ? ഈസ് ഹി ക്യാച്ചിങ് ഫിഷ്? നിന്റെ അമ്മ പാചകം ചെയ്യുകയാണോ? ഈസ് യുവർ മദർ കുക്കിംഗ് ഫുഡ്? അടുത്തൊരു സെന്റൻസ് നോക്കൂ. പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുകയാണോ? അപ്പോൾ ആണോ, ബട്ടർഫ്ലൈ ആണ് അതിലെ സബ്ജക്റ്റ്. അത് ഇംഗ്ലീഷിൽ ഫസ്റ്റ് അല്ല, അതിൽ ഓക്സിലറി വെർബാണ്. ഈസ് ബട്ടർഫ്ലൈ sucking honey from the flowers?
അവൻ ചായ കുടിക്കുകയാണോ? ഈസ് ഹി ഡ്രിങ്കിങ് ടീ? ഇത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഞാൻ പറഞ്ഞത്. ഒരു സിമ്പിൾ പ്രസന്റ് നമ്മളിതിനെ ഒരു സെന്റൻസ് പറയുകയാണ്, നീ രാവിലെ 5 മണിക്ക് മുന്നേ ഉണരാറുണ്ടോ? ഹാബിറ്റിലാണ്, പ്രസന്റ് സിമ്പിളാണ്. അപ്പോൾ ആണോ എന്നല്ല, ഉണ്ടാറുണ്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രസന്റ് സിമ്പിൾ ആണ് സെന്റൻസ് ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ഇവയാണ് ഓക്സിലറി വെർബായി വരിക. പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസ്, ആം, ആർ, ഇതിലേതെങ്കിലും ഒന്ന് വരും. അപ്പോൾ ഇത് പ്രസന്റ് സിമ്പിൾ ആണ്. അതുകൊണ്ട് അവൻ, വി എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണ്, പക്ഷേ യു എപ്പോഴും എടുക്കുന്നത് പ്ലൂറൽ വെർബാണ്. യു വേക്കപ്പ് ആണ് വരെ, യു വേക്സപ്പ് അല്ല വരുന്നത്, യു വേക്കപ്പ് ആണ്. അപ്പോൾ വേക്കപ്പ് എന്ന വെർബ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞത് ഡു പ്ലസ് വേക്കപ്പ് ആണ്. ഇപ്പോൾ ഡു യു വേക്കപ്പ് ബിഫോർ 5 o'clock ഡെയിലി? ഡു യു വേക്കപ്പ്? അവൻ 5 മണിക്ക് മുന്നേ ഉണരാറുണ്ടോ? അപ്പോൾ അവനാണ് വന്നത്. അപ്പോൾ അവൻ ഉണരാറുണ്ട് 5 മണിക്ക് മുമ്പേ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മതി. അവൻ ഉണരാറുണ്ട് 5 മണിക്ക് മുമ്പേ എന്നുള്ളത് ഹി വേക്സ് അപ്പ് ബിഫോർ 5 o'clock ഡെയിലി. അപ്പോൾ വേക്സ് അപ്പ് ആണ് അവന് സബ്ജക്റ്റ് വെർബ്. ആ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ്? വേക്സ് അപ്പ് എന്ന വെർബ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഡസ് പ്ലസ് വേക്കപ്പ് ആണ്. അപ്പോൾ നിങ്ങളിൽ ഡസ് ആണ് സബ്ജക്റ്റ് ഓക്സിലറി വെർബ്. ഡസ് ഹി വേക്ക് അപ്പ് ബിഫോർ 5 o'clock ഡെയിലി? നിന്റെ അമ്മ 5 മണിക്ക് മുമ്പേ ഉണരാറുണ്ടോ? ഡസ് യുവർ മദർ വേക്ക് അപ്പ് ബിഫോർ 5 o'clock ഡെയിലി? നീ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്സ്? നീ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു ചർച്ച് ഇൻ സൺഡേയ്സ്? നീ രാവിലെ പത്രം വായിക്കാറുണ്ടോ? ഡു യു റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ മോർണിംഗ്? ഇത്തരം സെൻറ്റൻസുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ ആ പാറ്റേൺ മാത്രമേ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻസുകൾ വെർബൽ ക്വസ്റ്റ്യൻ ആയാലും ശരി, WH ക്വസ്റ്റ്യൻ ആയാലും ശരി, ആ ഫോർമേഷനിൽ മാത്രമേ നമുക്ക് എഴുതാനും പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റൂ.